ാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ. മിണ്ടാതെ പോകൽ മാ കാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവുമില്ല. ഇതാണ് ഏറ്റവും അഫ്ളലായ ശൈലി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ ഉസ്താദ് ഇമാം 1000 കൊല്ലം മുമ്പ് പറയുന്നുണ്ട്, ഇന്ന് ജനാസയിൽ സലഫ് സാലിഹീങ്ങൾ സഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകൾ പോണ് ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് ഗസാലി ഇമാം യഹ്യയിൽ എഴുതുന്നുണ്ട്, ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായെന്ന് ഞാൻ കാണുന്നത്. സ്വഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാതെയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു. ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചാണ്. ഇത് എഴുതി വെക്കുന്നത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഏകദേശം 8-9 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അന്ന് വരെ ആളുകൾ തിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട. വളരെ ചിന്തിക്കണം. ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലി ഇല്ല. അതിന് മനുഷ്യനോട് കഴിയൂല. സ്വന്തം വാപ്പ മറിച്ചാലും അവന് വർത്താനം പറയണം, അവന് തമാശ. അവൻ എന്താ പറഞ്ഞത്? മയ്യത്തുണ്ടോ എന്താ ചെയ്യേണ്ടത്?